ഗോവിന്ദനെ പിന്നെ ഗോവിന്ദ എന്നല്ലാതെ പത്മനാഭ എന്ന് വിളിക്കാൻ പറ്റുമോ? ചർച്ചയ്ക്കിടെ സരിനെതിരെ കോൺഗ്രസ് നേതാവ് ഷഫീറിന്റെ കത്തിക്കയറ്റം കണ്ടുനോക്കാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ അന്ന് രാവിലെ അല്ലെങ്കിൽ ഇലക്ഷന്റെ റിസൾട്ട് വരുന്നതിന്റെ അന്ന് രാവിലെ പറഞ്ഞെന്താ 50,000 വോട്ട് കിട്ടും, 50,000-നും 60,000-നും വോട്ട് കിട്ടും. ആദ്യത്തെ 6 റൗണ്ടുകളിൽ BJP, അതിനുശേഷം ഇടതുപക്ഷം. പറഞ്ഞില്ലേ? ഒരു അത് പറഞ്ഞു കാണും. 5 ദിവസക്കാലത്തോളം പാലക്കാടത്തെ ഗ്രാമാന്തരങ്ങളിലൂടെ ഇദ്ദേഹം യാത്ര ചെയ്ത് പോയിട്ട് അവിടുത്തെ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാൻ ഇടതുപക്ഷത്ത് നിന്നിട്ടും കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇദ്ദേഹം ആരെയാണ് കുറ്റപ്പെടുത്തുന്നത്? അദ്ദേഹത്തിന് ചോദിക്കാൻ എന്താ? അത് ശരിയാട്ടോ. സരിൻ എന്ന് പറഞ്ഞ ആളിന് ഞങ്ങൾ കൈപ്പതിച്ചിനെ കൊടുത്തു. ഹരിഗോവിന്ദനെ നിങ്ങൾ കണ്ടുപിടിക്കണം, ആ കാലി തൊട്ട് തൊഴണം. ഹരിഗോവിന്ദൻ പറഞ്ഞതാണെന്നറിയോ? സരിനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിയോട് പ്രഖ്യാപിച്ചു. എന്റെ വിയോജിപ്പുകൾ ഞാൻ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തീരുമാനത്തോട് യോജിച്ചു. ഹരിഗോവിന്ദനാവാനുണ്ടല്ലോ 2 ജന്മം ജനിക്കണം. അത് കൊള്ളാം. ബൈടെക് പോലെ ചിന്തൻ ബൈടെക് എന്ന് പേരിട്ട് വിളിച്ച് നിലത്തിരുന്ന് ഗാന്ധിയെ അനുസ്മരിക്കുന്ന രീതിയിൽ നമ്മൾ ഈ ഉരുളൻ തലോണിയും വെച്ച് അതിൽ കൈചാരി ഇരുന്ന് 3 ദിവസം ഇരുന്ന് പിരിയലല്ല. ഒരു മണ്ഡലം സമ്മേളനം കേരളത്തിൽ മുഴുവൻ നടത്തിയിട്ട് കോൺഗ്രസ് കാലമെത്രയായി പോട്ടെ. സംസ്ഥാന സമ്മേളനം കോൺഗ്രസ് അവസാനം നടന്നത് എന്നാണ് അദ്ദേഹത്തിന് ഓർമ്മയുണ്ടോ? അതിന്റെ മറുപടി കിട്ടി. ഓഹോ, അങ്ങനെ ഉണ്ടായിരുന്നോ? പിണറായി വിജയൻ തീരുമാനിക്കുന്നു, ഗോവിന്ദൻ പോയി സമ്മേളനം വിളിക്കുന്നു. സമ്മേളനത്തിൽ സഭ്യമായ ഭാഷയിൽ ഗോവിന്ദൻ എന്ന് പറയുമ്പോ ഒന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് ഇനീഷ്യൽ പറയാം. ഗോവിന്ദൻ എന്ന് പറയുമ്പോൾ പത്മനാഭൻ എന്ന് വിളിക്കോ? അല്ല, അങ്ങനെയല്ല. ഗോവിന്ദൻ എന്ന് വിളിക്കും. നോക്കൂ, സരിനെ എന്ന് വിളിക്കും. നിങ്ങൾ ഷഫീർ എന്ന് വിളിച്ചോ? ഗോവിന്ദൻ പോയി എന്ന് പറയുന്നു. അല്ല, അത് പൊളിച്ചോട്ടോ കാലക്കി.